ഇതാണ് ഗൈസ് കോല് പിടിച്ച കോലംപിടി. ഒരു നിവൃത്തിയില്ല, സൂക്ഷിക്കൂല എന്ന് മാത്രമല്ല, പറഞ്ഞ് എനിക്ക് ഒട്ടും തന്നെ വയ്യ. സൂക്ഷിക്കേയില്ല, ശ്രദ്ധിക്കേയില്ല. അവരുടെ സമ്മതത്തോടെ തന്നെയാണ് കേട്ടോ ഈ വോയിസ് ഇട്ടിരിക്കുന്നത്. കാരണം ആൾക്ക് ഒട്ടും തന്നെ സമയമില്ലാതിരുന്ന സമയത്താണ് ഞാൻ ഇത് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് കറക്റ്റായിട്ട് ഹെയർ സ്പൈക്ക് ഒന്നിനും വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഹെയറിന് ഡാമേജ് വന്നിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ അത് കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷമുള്ള ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഹെയർ ആണ് ഈ കാണുന്ന ഹെയർ. അപ്പോ ഇതിൽ സ്പ്ലിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഹെയർ പൊട്ടിപ്പോയതും അതേമാതിരി തന്നെ നമുക്ക് റീഗ്രോത്ത് ഉണ്ടാവുന്നതുമാണ് ഈ സ്പ്ലിറ്റ് ആയിട്ട് കാണുന്നത്. അതായത് നമ്മുടെ നീളമുള്ള മുടിയില് ചെറിയ ചെറിയ കട്ടിങ്സ് കാണുന്നുണ്ട്. അതാണ് ഞാൻ ഈ സ്പ്ലിറ്റ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പം അത് കാണുന്നതിന്റെ തന്നെ റീഗ്രോത്ത് ഉള്ള ഹെയറും അതേപോലെ ഓൾറെഡി പൊട്ടിപ്പോയിട്ട് അത് കുറച്ച് ലെങ്ത് ആയിട്ട് വന്നതുമാണ്. അപ്പം പൊട്ടിപ്പോകാനുള്ള കാരണം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തതിന്റെയാണ്. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ മാർച്ച് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 2-3 മാസം ആവണേ ഉള്ളൂ. ഇപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇതിപ്പോ ചെയ്യുന്നത്. അപ്പൊ ഈ 2-3 മാസം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം, കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഹെയറിന്റെ ഒരു സ്ട്രക്ചർ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അത്യാവശ്യം കട്ടി വന്നിട്ടുണ്ട്, അത്യാവശ്യം ലെങ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സിൽക്ക് പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പൊ ഒട്ടിക്കിടക്കും. ആ സിൽക്ക് പോലെ ചെയ്ത ഈ സ്പ്ലിറ്റ് കാണില്ല, പക്ഷെ ഒട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സിൽക്ക് പോലെ ചെയ്തത്. കാരണം നമുക്ക് പുറത്ത് പോകുമ്പോഴും കുറച്ച് ബൗൺസി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിക്ക് ഹെയർ ചെയ്ത് വിടുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ഇത് എല്ലാവരിലും ഒന്ന് എത്തിക്കാനും ശ്രമിക്കാം.